വന്യജീവികളെ വെടിവെക്കാനുള്ള ഉത്തരവ് വൈകില്ലെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വന്യജീവി ആക്രമണം തടയാനുള്ള ശ്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രി. നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. വന്യജീവികളുടെ സാന്നിധ്യം CCTV ക്യാമറകൾ എത്താത്ത ഉൾവനങ്ങളിൽ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിരീക്ഷണം നടത്താൻ കഴിയുകയുള്ളൂ. വന്യജീവികളെ വെടിവെക്കാനുള്ള നടപടികളിൽ നേരത്തെ കാലതാമസം നേരിട്ടിരുന്നു. ഇതിന് കാരണം പല നിയമങ്ങളാണെന്നും ഇപ്പോൾ അത്തരം കാലതാമസങ്ങളില്ലെന്നും വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സർ, ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ. വെടിവെക്കാനുള്ള നടപടികൾ നേരത്തെ കാലതാമസമുണ്ടായിരുന്നു. ആ കാലതാമസത്തിന് കാരണം പല നിയമങ്ങളാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ഒരു 1-2 മാസം അല്ലെങ്കിൽ 6 മാസത്തിനിടയിൽ കാലതാമസമുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചാൽ ആ കാലതാമസത്തിന് ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കുന്നതാണ്. സംസ്ഥാനത്തുണ്ടാകുന്ന വന്യജീവി അക്രമങ്ങളെ നിസ്സാരമായി കാണുന്നുവെന്ന പ്രതിപക്ഷാരോപണം ഖേദകരമാണെന്നും വന്യജീവി അക്രമം പൂർണ്ണമായും തടയാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നബാർഡിൻ്റെയും കേന്ദ്ര കൃഷി വികാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പുമായും ആലോചിച്ചും ഇത്തരം കാര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. സംസ്ഥാനത്ത് പുതുതായി 20 ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് ധനവകുപ്പിന് പ്രപ്പോസൽ നൽകിയതായി മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.